ഇതെന്ത് പറ്റി? ബൈക്കിൽ നിന്ന് വീണു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ട്. രണ്ടിലും ബൈക്കിലുള്ള കറക്കം കണ്ടപ്പോഴേ ഓർത്തതാ എവിടെയെങ്കിലും പോയി കയറും. അയ്യോ, ഇവളുടെ കൂടെ പോയപ്പോഴല്ല, സിബുവിൻ്റെ കൂടെ പോയപ്പോഴാണ്. സിബുവിനോട് പോയപ്പോ എന്താ അവനോട് അകത്ത്? അവനെങ്ങനെയാണോ വേണേ? അത് ഞങ്ങളൊന്ന് പുറത്തു പോയത്. ഒരു വലിയ ഓട്ടം നേരെ ഞങ്ങളൊന്ന് ഇടിച്ചില്ല, ജസ്റ്റ് മിസ്. അപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് വീണു. എങ്ങോട്ടാ? എങ്ങോട്ടാന്ന് ഒരുങ്ങി? ഇങ്ങോട്ടില്ല, ചുമ്മാ ഇങ്ങനെ. ഹെൽമെറ്റ് വേണ്ട, ഇത് എളുപ്പം. എങ്ങനുണ്ട്? നല്ല ചോറുണ്ട്. നേരെ ഇരുട്ടിയല്ലോ, നിനക്ക് പോണ്ടേ? ഞാൻ കൊണ്ടാക്കാം. അതൊന്നും വേണ്ട, എന്നിട്ട് വേണം എവിടെയെങ്കിലും തള്ളിയിടാൻ. അവളൊറ്റയ്ക്ക് കൂടും. ഞാൻ സേഫായിട്ട് കൊണ്ടുപോടാ. നിനക്കെന്താ എൻ്റെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമില്ലേ? ആ എങ്കിൽ വാ, ഞാൻ കൊണ്ടാക്കാം. വാ 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 വാ. ആ വാ. എവിടെ പോവും? ഇവിടെ കൊണ്ടാക്കാൻ. ആ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങണം. നമ്മളെ ഞാൻ കൊണ്ടായിക്കോളാം. വീട്ടിൽ അച്ഛൻ തന്നെയാണെന്നല്ലേ പറഞ്ഞേ? എവിടെ എന്നും കറങ്ങി നടക്കുന്നത് ചോദിക്കാറില്ല? ഇല്ല, ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞേക്കുന്നത്. അത്ര വിശ്വസനീയമായ ഉത്തരവല്ലല്ലോ. സാധാരണ പെൺപിള്ളേരൊക്കെ ഇതുപോലെ കറങ്ങി നടക്കുമ്പോ പിടിച്ചിട്ടുണ്ട് അടി കൊടുത്ത് വീട്ടിൽ ഇരുത്താറാ പതിവ്. ഇവിടെ ഏത് വീടാന്ന് പറഞ്ഞു? ഇവിടെ അടുത്താ, നടക്കാനുള്ള ദൂരമുള്ളൂ. ഓ ആ, പിന്നെ സിബു വന്ന് വിടാൻ തുടങ്ങിയപ്പം ഞാൻ കയറി ഇടപെട്ട് വെറുതെ ഒന്നല്ല. അവന് പ്രത്യേക ടൈപ്പാ. അവനാരുടെയും വെറുപ്പ് തോന്നിയാലേ അവൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് എന്തിനാ ദേഷ്യം? അതിപ്പോൾ അവന്മാരെയും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെയല്ല രണ്ടും കൂടെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടും. ചില സമയത്ത് എനിക്ക് വരെ തോന്നാറുണ്ട് പിടിച്ചിട്ട് അടി വെച്ച് തന്നാണ്. പിന്നെ ഞാൻ ഇവിടെ നടക്കുന്ന നോക്കി അവൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞാലേ അവൻ്റെ അമ്മ അവനെ പിടിച്ച് വല്ല ഭ്രാന്താലയത്തിലും ആക്കും. അതുകൊണ്ട് ഇനി ആ വീട്ടിലേക്ക് വരണ്ട. മനസ്സിലായോ? ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, വീട്ടിൽ കയറിയിട്ട് പോകും. കുറെ നേരം ആയല്ലോ, എത്താറായില്ലേ ഇത്?
ഇവിടെ യക്ഷി ഉണ്ടെന്ന് പറയുന്നത് അവൻ്റെ ബഹളം. ആളുടെ ഇപ്പോൾ ഒരു ആത്മ ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം എന്നാണ് ആള് പറയുന്നത്. ഞാൻ ആരാന്ന് മനസ്സിലായോ? മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കിയാ വീട്ടിൽ നിന്നാണ്. ഇന്നലെ ഇവിടെ വീട്ടിൽ കൊണ്ടിടാൻ പോയല്ലോ. ഇവളോട് വീട്ടിലോട്ട് വരുന്നു ചോദിച്ചു. എന്നിട്ട് ഇവളുടെ ഉദ്ദേശം എനിക്കറിയില്ലേ. സോപ്പിടല് എന്നാലേ കൂടെ അത് നാളെ നിൽക്കാൻ പറ്റുള്ളൂ. ഞാനാരാ പോയില്ല. എപ്പരാ നിനക്കെന്താ അവളെ കാണുമ്പോൾ ഒരു പരിങ്ങല്? കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഒന്നുമില്ല. നിനക്കവളത്തെ കൊണ്ട് പിടിക്കുന്നില്ലല്ലേ? അസൂയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എടാ, നീ ഇപ്പൊ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് നിന്റെ ജീവൻ വെച്ചുള്ള കളിയാ. നിനക്കവൾ ആരെന്നറിയോ? നിന്നൊക്കെ നന്നായിട്ട്. എടാ, യക്ഷിയാ. നിന്നൊക്കെ കൊല്ലാൻ വന്ന യക്ഷി. അവൾ അങ്ങനെയൊന്നും ചെയ്യൂലടാ. എടാ, നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ ഇതുവരെ നിന്നിട്ടുള്ളൂ. എന്നെയാണ് അവൾ കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. എന്നെ മാത്രമല്ല, നമ്മളെല്ലാവരെയും അവൾ കൊല്ലും. പിന്നെ നിന്നെ എനിക്കതിന് രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ രക്ഷപ്പെടും. ഞാൻ നിന്നെക്കൊണ്ട് മോട്ടം കണ്ട. നല്ല നിലാവുണ്ട്, നമുക്കൊന്ന് പുറത്തു പോണം. എവിടേക്ക് എങ്ങനെ പോണം? ഇങ്ങോട്ട്. ഞാൻ നാട്ടിൽ പോയാലോ നിലയ്ക്ക്? എന്തിനാ? ഒരു ജോലി നോക്കണം. ഇങ്ങനെ എത്ര നാൾ ജീവിക്കാനാ? നാട്ടിൽ പോയാൽ ചെറിയ ജോലി എങ്ങനെ കിട്ടും? നീ ഇങ്ങോട്ടും പോണ്ട. പോണം. അല്ലാതെ നിന്നെ നോക്കിയോടെ എന്നാൽ പട്ടി കിടന്ന് ചാവത്തേ ഉള്ളൂ. ഓ, നിനക്ക് പിന്നെ അതാണല്ലോ വേണ്ടത്. നീ ഇപ്പൊ എവിടെയും പോണില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. എനിക്കറിയാം നീ എന്നെ കൊല്ലും. എന്നെ മാത്രമല്ല, എന്റെ കൂടെയുള്ള എല്ലാരെയും നീ കൊല്ലും. എനിക്ക് വയ്യ. നീ പറയുന്ന കേട്ട് നിന്നെ പേടിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. എന്തൊക്കെയാ പറയുന്നത്? പിന്നെ ഞാൻ നിന്റെ കൂടെ ജീവിക്കണം? നീ ഒരു യക്ഷിയാണ്. വിശപ്പോ ദാഹോ ജീവിതമൊന്നും ഇല്ലാത്ത രക്ഷി. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അപ്പൊ നീ എന്നോട് വിളിച്ച സ്നേഹമൊക്കെ എന്ത് സ്നേഹം?
നീ പറയുന്നതെല്ലാം കേട്ടൊരു പട്ടിയെ പോലെ പിറകെ നടന്നതാണോ ഞാൻ കാണിച്ച സ്നേഹം? അത് സ്നേഹമല്ല, പേടിച്ചിട്ടാ. ചത്തുപോയതിനൊക്കെ പേടിക്കാനേ പറ്റൂ, സ്നേഹിക്കാൻ പറ്റത്തില്ല. പേടിപ്പിച്ചിട്ടുണ്ടാക്കേണ്ടതല്ല സ്നേഹം. നീ ഒരാളെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാവുമല്ലോ. എനിക്ക് ദീപുവിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. ഇപ്പം ആദ്യം പേരൻസ് പ്രപ്പോസൽ കൊണ്ടുവന്നപ്പം എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ദീപുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ വർക്കൗട്ട് ആവുന്നൊരു തോന്നല്. എനിക്കൊക്കെയാണ്. ദീപുവിനോ? എന്തേ? ഒന്നുമില്ല. ഓക്കെ ആണോ? യെസ്.